When we use inheritance, we can override methods of a superclass in subclasses. നമ്മൾ ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കുമ്പോൾ we are going to study another important mechanism called method overriding. മെത്തേഡുകളെ ഓവർറൈഡ് ചെയ്യുക. We already studied method overloading. Overloading നമ്മൾ കണ്ടു. Within a single class, we can have more than one method with different parameters or with different loads. ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സ് ഉള്ള ഒരേ പേരിലുള്ള മെത്തേഡുകൾ എവിടെയാണ്? വിത്തിൻ എ സിംഗിൾ ക്ലാസ്. ബട്ട് ഇൻ കേസ് ഓഫ് ഓവർ റൈഡിങ്, ദിസ് വിൽ ബി ടേക്കിംഗ് പ്ലേസ് ഇൻ ഡിഫറൻറ്റ് classes, different subclasses. Method overriding is a mechanism in which we can have more than one method with common name in different subclasses as long as their parameters or type signature are same. ഇപ്പോൾ ഇവിടെ ഓവർറൈഡിങ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദിസ് ഹാപ്പൻസ് ഇൻ ഡിഫറൻറ്റ് ക്ലാസ്സസ്. ഇത് സംഭവിക്കുന്നത് വിത്തിൻ സിംഗിൾ ക്ലാസ് അല്ല. ഓവർലോഡിങ് വിത്തിൻ സിംഗിൾ ക്ലാസ് ആണ്. ഓവർ റൈഡിങ് ഇത് സബ് ക്ലാസ്സുകളിൽ നടക്കുന്നതാണ്. അപ്പം ഒരു സൂപ്പർ ക്ലാസ്സിലുള്ള അതേ മെത്തേഡ് നെയിമിനെ, ആ സെയിം മെത്തേഡ് നെയിം നമുക്ക് സബ് ക്ലാസ്സിൽ നമുക്ക് എഴുതാം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാരാമീറ്റേഴ്സിന് വ്യത്യാസം പാടില്ല. വ്യത്യാസം വന്നാൽ അത് ഓവർലോഡിങ് ആയി പോകും. അപ്പോൾ സബ് ക്ലാസ്സിൻ്റെ അകത്ത് ആ സൂപ്പർ ക്ലാസ്സിൻ്റെ ആദ്യത്തെ മെത്തേഡ് കാണും. ആ മെത്തേഡിൻ്റെ പാരാമീറ്റർ മാറി അടുത്ത മെത്തേഡ് ആക്കി കഴിയുമ്പോൾ അത് അവിടെ ഓവർലോഡിങ് ആയി പോകും. അപ്പോൾ ഇവിടെ പാരാമീറ്റേഴ്സ് മാറാൻ പാടില്ല, പേരും മാറാൻ പാടില്ല, പാരാമീറ്റേഴ്സും മാറാൻ പാടില്ല. ബട്ട് ഡിഫറൻസ് ഷുഡ് ബി ഇൻ ദർ ബോഡി ഡെഫിനേഷൻ. ബോഡി ഡെഫിനേഷനുള്ള ഡിഫറൻസേ പാടുള്ളൂ, പാരാമീറ്റേഴ്സ് മാറാൻ പാടില്ല ഓവർ റൈഡിങ്ങിൽ. സോ വി ക്യാൻ ഹാവ് methods with common name in parent classes and subclasses as long as their type signature or parameters are same. പാരാമീറ്റേഴ്സ് സെയിം ആയിരിക്കണം. അതിന് വേറെ പേരാണ് ടൈപ്പ് സിഗ്നേച്ചർ. ഒരു മെത്തേഡിൻ്റെ ടൈപ്പ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ആ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിനെ ഉദ്ദേശിച്ചാണ്. മെത്തേഡ് സിഗ്നേച്ചർ, മെത്തേഡിൻ്റെ ടൈപ്പ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സാണ്. അത് മാറാതെ പേരൻ്റ് ക്ലാസ്സിലും സബ് ക്ലാസ്സുകളിലും നമുക്ക് ഒരേ മെത്തേഡിനെയും നമുക്ക് എഴുതാം. വ്യത്യാസം എന്ന് പറയുന്നത് ബോഡി ഡെഫിനേഷനിലുള്ള വ്യത്യാസം മാത്രമേ ആകത്തുള്ളൂ. അങ്ങനെയുള്ള മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്തേഡ് ഓവർ റൈഡിങ്. ഇഫ് എ മെത്തേഡ് ഇൻ എ സബ് ക്ലാസ് has the same name or method has a same name as that of its parent class, then we say that method in parent class is overridden in the subclass. അപ്പം ഒരു സബ് ക്ലാസിൻ്റെ അകത്ത് ഒരു പേരന്റ് ക്ലാസിൻ്റെ മെത്തേഡ് നെയിം അതുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ സബ് ക്ലാസ്സിൽ പേരന്റ് ക്ലാസിൻ്റെ മെത്തേഡിനെ ഓവർറൈഡ് ചെയ്തു. ഓവർറൈഡ് ചെയ്യുക നമുക്കറിയാം. ഓവർറൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്യുക എന്നാണ്. ഓവർറൈഡ് ചെയ്യുക, ഓവർടേക്ക് ചെയ്യുക. അപ്പം നിലവിലുള്ള ഒരു ക്ലാസ്സിനെ ഓവർറൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ പഴയ ക്ലാസ്സിൻ്റെ ആ കാര്യത്തെ മാറ്റി വേറെ കാര്യം ഓവർറൈഡ് ചെയ്തു പോകുന്നു. അപ്പം ബോഡി ഡെഫിനിഷനാണ് അവിടെ മാറുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ദിസ് മെത്തേഡ് ഓവർ റൈഡിങ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് പോളിമോർഫിസം, എസ്പെഷ്യലി റൺ ടൈം പോളിമോർഫിസം. ആൻഡ് ദിസ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ജനറലൈസ് എ മെത്തേഡ്. അതേപോലെ തന്നെ ഒരു മെത്തേഡിനെ ജനറലൈസ് ചെയ്യുവാണ്. പല സബ് ക്ലാസ്സുകളിൽ പല മെത്തേഡ് നെയിമൊക്കെ എഴുതി അത് കോംപ്ലക്സിറ്റി കൂട്ടാതെ ഒരേ സൂപ്പർ ക്ലാസിൻ്റെ അതേ മെത്തേഡ് നെയിമിനെ സബ് ക്ലാസ്സിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓവർ റൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ അവിടെ കോംപ്ലക്സിറ്റി കുറയ്ക്കുകയാണ്, കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുവാണ്, കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നു. ആ ഒരേ മെത്തേഡിനെയും ഒരേപോലത്തെ കാര്യങ്ങളാണ്,
ഡിഫറെൻ്റ് കാര്യങ്ങൾക്കല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, ഒരേ ടൈപ്പ് കാര്യങ്ങൾക്കാണ്, പക്ഷേ ബോഡി ഡെഫിനിഷനുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്തേഡ് ഓവർ റൈഡിങ്. റൂൾസ് ഫോർ ജാവ മെത്തേഡ് ഓവർ റൈഡിങ് എന്തൊക്കെയാണ്? 1, മെത്തേഡ്സ് മസ്റ്റ് ഹാവ് ദ സെയിം നെയിം. മെത്തേഡ്സിന് ഒരേ പേരായിരിക്കണം പേരന്റ് ക്ലാസ്സിലും സബ് ക്ലാസ്സിലും. അതുപോലെ തന്നെ മെത്തേഡ്സ് മസ്റ്റ് ഹാവ് ദ സെയിം പാരാമീറ്റേഴ്സ്. മെത്തേഡ്സിന് പാരാമീറ്റേഴ്സും സെയിം ആയിരിക്കണം, മാറാൻ പാടില്ല പേരന്റ് ക്ലാസ്സിലും സബ് ക്ലാസ്സിലും. ദ ഓൺലി ഡിഫറൻസ് വിൽ ബി ഇൻ ദെയർ ബോഡി ഡെഫിനിഷൻ. ഇപ്പം ഇവിടെ ക്ലാസ് എ, ഇവിടെ ക്ലാസ് എയ്ക്കകത്ത് 2 വേരിയബിൾസ്, ആ വേരിയബിൾസ് ജസ്റ്റ് 2 ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഷോ ചെയ്യുന്നുള്ളൂ. ആ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് വോയിഡ് ഷോ. ക്ലാസ് ബി എക്സ്റ്റെൻസ് എ, ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കുന്നു. ഇപ്പം എയ്ക്കകത്തുള്ള 2 വേരിയബിൾസ്, ഇൻസ്റ്റൻസ് വേരിയബിൾസ് അവൈലബിൾ ആയി. ഇത് കൂടാതെ തന്നെ കെ, നമ്മൾ ബിയുടേതായിട്ടുള്ള ഇൻസ്റ്റൻസ് വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബിക്ക് ഇപ്പം 3 വേരിയബിൾസായി. കൺസ്ട്രക്ടറിൻ്റെ അകത്ത് 3 വേരിയബിൾസ് അവൈലബിൾ ആകും. ആദ്യത്തെ 2 സൂപ്പർ ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ ഉപയോഗിച്ച് സൂപ്പർ ക്ലാസ്സിൽ ഇനിഷ്യലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് സൂപ്പർ കീവേഡ് ഉപയോഗിക്കുന്നത്. സൂപ്പർ കീവേഡ് വിൽ കോൾ ദ ഇമ്മീഡിയറ്റ് സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടർ ആൻഡ് പാസ് ദീസ് 2 വാല്യൂസ് ഇൻ ടു ദ സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടർ. അങ്ങോട്ട് പാസ് ചെയ്യുന്നു, അവിടെ ഇനിഷ്യലൈസേഷൻ നടക്കുന്നു. ശേഷം ബിയുടേതായ അടുത്ത വേരിയബിൾ കെ, അതിന് ശേഷം ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് വോയിഡ് ഷോ. ഇപ്പം നോക്കിക്കേ, വോയിഡ് ഷോ ഈസ് എ മെത്തേഡ് which contains in both parent class and its child class. 2 ക്ലാസ്സിലുള്ള മെത്തേഡാണ്. പാരാമീറ്റേഴ്സ് സെയിം ആണ്, 2ലും പാരാമീറ്റേഴ്സ് ഇല്ല, ഒരേ നെയിമാണ്. ദ ഡിഫറൻസ് വിൽ ബി ഓൺലി ഇൻ ദർ ബോഡി ഡെഫിനിഷൻ. ഇവിടെ ഐയും ജെയും ചെയ്യുന്നു, ഇവിടെ എന്ന് പറയുന്നത് കെ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ 2 ഉപയോഗിക്കുന്നത് ഒരേ കാര്യങ്ങൾക്കാണ്, പക്ഷേ ബോഡി ഡെഫിനിഷൻ ഡിഫറെൻ്റ് ആണ്. ഇവിടെ മെത്തേഡ് നെയിമും പാരാമീറ്ററും ടൈപ്പ് സിഗ്നേച്ചറൊക്കെ സെയിം ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ മെത്തേഡ് ഷോ, void show is overridden in subclass B. The method void show of parent class is overridden in its subclass B. നമ്മുടെ ഓവർറൈഡ് ചെയ്തു എന്ന് നമുക്ക് പറയാം. When we use overriding in different subclass, usually we follow another concept called dynamic method dispatch. നമ്മൾ സാധാരണ സബ് ക്ലാസ്സുകളിൽ ഇതുപോലെ ഓവർറൈഡഡ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള മെത്തേഡ്സിനെ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച്. അപ്പം അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് കാണാം, എന്നിട്ട് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരാം. ഇവിടെ ക്ലാസ് എയ്ക്കകത്ത് ഞാൻ ജസ്റ്റ് ഒരു മെത്തേഡ് മാത്രം എഴുതി, കോൾ മീ, അവിടെ ഒരു ബോഡി ഡെഫിനേഷൻ കൊടുത്തു. ക്ലാസ് ബി എക്സ്റ്റെൻസ് എ, ഇവിടെ നമ്മൾ കൊടുക്കുന്നു കോൾ മീ, സെയിം മെത്തേഡിനെ ഞാൻ ഓവർറൈഡ് ചെയ്തു. അപ്പം ഇവിടെ ബി ക്ലാസിൻ്റെ അകത്ത് എ ക്ലാസിൻ്റെ കോൾ മീനെ ഓവർറൈഡ് ചെയ്തു. വീണ്ടും അടുത്ത ക്ലാസ് സി എക്സ്റ്റെൻസ് എ, ഇവിടെ ബിയും എനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, സിയും എനെ എക്സ്റ്റെൻഡ് ചെയ്തു. വേണമെങ്കിൽ ബി എ എക്സ്റ്റെൻഡ് ചെയ്യാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ പറയുമ്പോൾ ഇത് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ ബി എക്സ്റ്റെൻസ്, ക്ലാസ് സി എക്സ്റ്റെൻസ് ബി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണെന്നേ ഉള്ളൂ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ വീണ്ടും സിക്കകത്ത് കോൾ മീ ഓവർറൈഡ് ചെയ്തു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓവർറൈഡ് മെത്തേഡുകളെ സാധാരണ കോൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞ മെക്കാനിസം ഉപയോഗിക്കുകയാണ്. അതിന് ചെയ്യുന്നത് യൂഷ്വലി വി ഡിക്ലെയർ എ വേരിയബിൾ ഓഫ് സൂപ്പർമോസ്റ്റ് ക്ലാസ് ടൈപ്പ്. സൂപ്പർമോസ്റ്റ് ക്ലാസ് ടൈപ്പിലുള്ള ഒരു വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സൂപ്പർമോസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ക്ലാസ് ടൈപ്പിലുള്ള വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, എ ആർ. Now we can say that R is a reference variable.
നമ്മൾ നേരത്തെ കണ്ടു, റെഫറൻസ് വേരിയബിൾ ആണ് ഓഫ് ടൈപ്പ് എ. ഇനി ഇവിടെ ഒരു കാര്യം, ഇപ്പം നമ്മൾ നേരത്തെ റെഫറൻസ് വേരിയബിൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, എ റെഫറൻസ് വേരിയബിൾ ക്യാൻ റെഫർ എനി ഓബ്ജക്റ്റ് ഓഫ് ദാറ്റ് ക്ലാസ് ടൈപ്പ്. ആ ക്ലാസ് ടൈപ്പിലുള്ള ഏത് ഓബ്ജക്റ്റിനെയും റെഫർ ചെയ്യാനായിട്ട് പറ്റും ആ വേരിയബിളിന്, അല്ലെങ്കിൽ ആ ക്ലാസ് ടൈപ്പിലുള്ള ഏത് ഓബ്ജക്റ്റിനെയും ആ റെഫറൻസ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ ചെറിയൊരു വ്യത്യാസം ഇനി വരുവാണ്. എ സൂപ്പർമോസ്റ്റ് ക്ലാസ് ടൈപ്പ് റെഫറൻസ് വേരിയബിൾ ക്യാൻ അസൈൻ എനി ഇറ്റ്സ് സബ് ക്ലാസ് ഓബ്ജക്റ്റ്. ഒരു സൂപ്പർമോസ്റ്റ് ക്ലാസ് ടൈപ്പിലുള്ള ഒരു റെഫറൻസ് വേരിയബിളിലേക്ക് അതിൻ്റെ സബ് ക്ലാസ്സുകളിലുള്ള ഓബ്ജക്റ്റിനെയും അസൈൻ ചെയ്യാൻ പറ്റും. നേരെ തിരിച്ചു പറ്റിയല്ല. സബ് ക്ലാസ് ടൈപ്പിലുള്ള ഒരു റെഫറൻസ് വേരിയബിളിലേക്ക് സൂപ്പർമോസ്റ്റ് ക്ലാസ് ടൈപ്പിലുള്ള ഓബ്ജക്റ്റിനെ അസൈൻ ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ അപ്പനുണ്ട്, വല്യപ്പന്മാരുണ്ട്. ചിലപ്പോൾ നമ്മൾ കൊച്ചായിട്ടിരിക്കുമ്പോൾ വല്യപ്പൻ എത്ര പ്രായം ചെന്നാലും എത്ര പറ്റിയാലെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ആ സ്നേഹം കൊണ്ട് ഒരുപക്ഷെ നമ്മൾ വല്യപ്പനേക്കാളും വലുതായി കാണും. എങ്കിൽ പോലും അപ്പന്മാരും വല്യപ്പന്മാരൊക്കെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ അമ്മമാരൊക്കെ സ്നേഹത്തോടെ നമ്മൾ പഠിച്ച് മടിയിലേക്കൊക്കെ ഇരുത്തും. പറ്റുമായിട്ടല്ല, അവരെക്കാളും വലുത് നമ്മളാണ്. സൈസ് കൊണ്ടും വെയിറ്റ് കൊണ്ടും ഒക്കെ വലുത് നമ്മളാണ്. പക്ഷേ നമ്മൾ സ്നേഹം കൊണ്ടാണെങ്കിൽ അവർ നമ്മളെ പിടിച്ച് മടിയിൽ പിടിച്ചിരുത്തും. നേരെ തിരിച്ചാരെങ്കിലും ചെയ്യാറുണ്ട്. അപ്പന്മാരെയും അമ്മമാരെയൊക്കെ സ്നേഹം കൊണ്ട് മക്കളാരെങ്കിലും പിടിച്ച് മടിയിരുത്തുക. തീരെ കുഞ്ഞിലെ വല്ലതും ചെയ്യുമായിരിക്കും, ഒരു കഴിഞ്ഞാൽ പിന്നെ ആരും ചെയ്യുകയില്ല എന്ന് പറയുന്ന പോലെയാണ്. സൈസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ക്ലാസ് എന്ന് പറയുന്നത് സബ് ക്ലാസ്സാണ്. കാര്യം പേരൻ്റ് ക്ലാസ്സിനേക്കാളും വേരിയബിൾസിൻ്റെ എണ്ണം കൂടുന്നു, മെത്തേഡ്സിൻ്റെ എണ്ണം കൂടുന്നു. അപ്പം വലിയ ക്ലാസ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, വലിയ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് സബ് ക്ലാസ്സാണ്. പക്ഷെ അങ്ങനെയല്ല. എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏറ്റവും സൂപ്പർമോസ്റ്റ് ക്ലാസ്സിനാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അതിഥികളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധക്കാർ കയറി വരുമ്പോൾ നമ്മളാണ് വലിയ പാർട്ടികളാണ്, വലിയ ജോലി കാണും, നല്ല സൈസ് കാണും, നല്ല ആരോഗ്യം കാണും. നമ്മുടെ വല്യപ്പനൊക്കെ അവിടെ ഒരു പക്ഷേ കട്ടിലേൽ എഴുന്നേക്കാൻ പോലും വയ്യാതെ കിടക്കുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ നാട്ടുകാരും ബന്ധക്കാരൊക്കെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നമ്മുടെ വല്യപ്പനും അപ്പനും തന്നെ. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ ആദ്യമേ വീട്ടിൽ വന്ന് ആദ്യമേ നമ്മുടെ വല്യപ്പനാണെങ്കിൽ വല്യപ്പന്, അപ്പനാണെങ്കിൽ അപ്പനെ, അവർക്ക് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കും. അവരെ പോയി കാണും, അവരോട് സംസാരിക്കും. അതിന് ശേഷമേ മക്കളുടെ അടുത്ത് വന്ന കാര്യങ്ങൾ സംസാരിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് സാധാരണ മുതിർന്ന ആൾക്കാർ, കുട്ടികൾ വരുന്ന കാര്യമല്ല പറയുന്നത്. അപ്പോൾ എപ്പോഴും എല്ലാവരും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏറ്റവും വലിയ ആൾക്കാരായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ അപ്പനെയും വല്യപ്പനെയൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ നമുക്കുള്ളൂ, നമ്മൾ എത്ര വലിയ ആൾക്കാരാണെങ്കിലും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇൻഹെറിറ്റൻസിലും. സബ് ക്ലാസ്സിനാണ് സൈസ് കൂടുതൽ, മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുതൽ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഏറ്റവും വലിയ ക്ലാസ്സായിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് സൂപ്പർ മോസ്റ്റ് ക്ലാസ്സിനെ ആയിരിക്കും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ ക്ലാസ് എന്ന് പറയുന്നത് സൂപ്പർ ക്ലാസ് ആണ്. സൈസ് കൊണ്ട് സബ് ക്ലാസ് ആണെങ്കിലും ഇമ്പോർട്ടൻസ് കൊണ്ട് ഏറ്റവും വലിയ ക്ലാസ് എന്ന് പറയുന്നത് സൂപ്പർ ക്ലാസ് ആയിരിക്കും. സൂപ്പർ മോസ്റ്റ് ക്ലാസ് ആണ് ഏറ്റവും വലിയ ക്ലാസ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്ലാസ്. അതുകൊണ്ടാണ് സൂപ്പർ മോസ്റ്റ് ക്ലാസ് ടൈപ്പിലുള്ള ഒരു വേരിയബിളിലേക്ക് ഏത് സബ് ക്ലാസിൻ്റെ ഓബ്ജക്റ്റിനെ അസൈൻ ചെയ്യാമെന്നേ പറഞ്ഞുള്ളൂ. ആ സബ് ക്ലാസിൻ്റെ ഓബ്ജക്റ്റിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ ആക്സസ് ചെയ്യാമെന്ന് പറയുന്നില്ല നിലവിലിപ്പോൾ. എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പോൾ ഏത് സബ് ക്ലാസ് ടൈപ്പ് ഓബ്ജക്റ്റിനെയും ഒരു സൂപ്പർ ക്ലാസ് ടൈപ്പ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. നേരെ തിരിച്ച് പറ്റത്തുമില്ല. സബ് ക്ലാസ് ടൈപ്പ് വേരിയബിളിലേക്ക് ഒരു സൂപ്പർ ക്ലാസിൻ്റെ ഓബ്ജക്റ്റിനെ അസൈൻ ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൂപ്പർ ക്ലാസ്സിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങൾ സബ് ക്ലാസ്സിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളെ മാത്രമേ അങ്ങനെ കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ സബ് ക്ലാസിൻ്റെ ഓബ്ജക്റ്റിനെ സൂപ്പർ ക്ലാസ്സിലേക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ 3 ക്ലാസിൻ്റെ ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എയുടെ, ബിയുടെ, സിയുടെ ഓബ്ജക്റ്റ് ഉണ്ട്. പക്ഷേ ബിയും സിയും എയുടെ സബ് ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസിൻ്റെ റെഫറൻസ് വേരിയബിളിലേക്ക് ആറിലേക്ക് എയുടെ തന്നെ ഓബ്ജക്റ്റിനെ അസൈൻ ചെയ്യുക, ഒരു കുഴപ്പമില്ല. എ ടൈപ്പ് വേരിയബിളാണ്, എയുടെ ഓബ്ജക്റ്റിന് ഒരു വിഷയവുമില്ല. എന്നിട്ട് ആ എക്കകത്തുള്ള കോൾ മീ മെത്തേഡിനെ
കോൾ ചെയ്യുന്നു. ഇനി അതിനുശേഷം ആർ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ് വേരിയബിളിലേക്ക് അതിൻ്റെ സബ് ക്ലാസ് ആയ ബിയുടെ ഓബ്ജക്റ്റിനെ അസൈൻ ചെയ്യുന്നു. അങ്ങനെയാകാം, അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. നേരെ തിരിച്ച് ബിയുടെ റെഫറൻസ് വേരിയബിളിലേക്ക് എയുടെ എനെ അസൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തുമില്ല. ബി എനെ അസൈൻ ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ബിക്കകത്തെ ഓവർറൈഡ് മെത്തേഡ് കോൾമിയെ കോൾ ചെയ്യുന്നു. അത് കോൾ ചെയ്യാം. പക്ഷേ ഈ ബിക്കകത്ത് അതിൻ്റേതായ വേറൊരു മെത്തേഡ് ഉണ്ടെന്ന് വെച്ചു, അതിനെ ഇവിടെ നിന്ന് കോൾ ചെയ്യാൻ പറ്റത്തില്ല. സൂപ്പർ ക്ലാസ് ടൈപ്പിലുള്ള വേരിയബിളിലേക്ക് സബ് ക്ലാസ് ഓബ്ജക്റ്റിനെ അസൈൻ ചെയ്യുമ്പോൾ സൂപ്പർ ക്ലാസ്സിൽ നിന്ന് എന്തെല്ലാം കിട്ടിയിട്ടുണ്ട് ഈ സബ് ക്ലാസിൻ്റെ ഓബ്ജക്റ്റിലേക്ക്, അതിനെ മാത്രമേ അവിടെ നിന്ന് കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിയുടേതായ ബി ക്ലാസിൻ്റെ വഴി ഈ ബിക്ക് കിട്ടിയ ഒരു കാര്യങ്ങളും കോൾ ചെയ്യാൻ പറ്റത്തില്ല. അതായത് പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ അപ്പൻ നമുക്ക് കുറച്ച് സ്ഥലം തന്നു, 1 ഏക്കർ സ്ഥലം തന്നു. ആ 1 ഏക്കർ സ്ഥലത്ത് അപ്പൻ നമുക്ക് തന്നു എങ്കിൽ പോയെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ വേണമെങ്കിൽ അപ്പന് ആ 1 ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് എന്തെങ്കിലും മരം വെട്ടും എന്ത് വേണമെങ്കിലും ചെയ്യാം, മകനോട് പറഞ്ഞിട്ട് ചെയ്യാം. കാര്യം അത് അപ്പൻ തന്നതാ, അപ്പന് അവിടെ അവകാശമുണ്ട്. തന്നെങ്കിലും വീണ്ടും അപ്പൻ്റെതായ ഒരു അവകാശമുണ്ട്, അപ്പനുണ്ടാക്കി സ്വത്താണ്. അതേ സമയത്ത് മകൻ സ്വന്തമായിട്ട് 1 ഏക്കറോടെ മേടിച്ചു, മകൻ്റെ അധ്വാനം കൊണ്ട്. അങ്ങനെ വരുമ്പോൾ അപ്പനൊരു ആവശ്യമുണ്ടെങ്കിൽ അത് മകനോട് ചോദിച്ചിട്ട് മകൻ കൊടുത്തെങ്കിലും ഉള്ളൂ, അല്ലാതെ അപ്പൻ അവിടെ വേറെ അവകാശമൊന്നുമില്ല. മകൻ അധ്വാനിച്ച് വേറെ ഉണ്ടാക്കിയ സ്ഥലത്ത് അപ്പന് മകൻ്റെ സ്വത്തെന്നുള്ള രീതിയിലുള്ള ഒരു അവകാശമല്ലാണ്ട് അപ്പന് അവിടെ ചുമ്മാ കയറി മരം വെട്ടാനോ എന്തെങ്കിലും പണിയാനോ ഒന്നും അപ്പന് ശരിക്കും അതിനുള്ള അവകാശമില്ല. അത് മകൻ്റേതായിട്ടുള്ള, മകൻ അനുവദിക്കുകയോ മകൻ കൊടുക്കുകയോ ചെയ്താലും ഉള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ അവകാശമൊന്നും അപ്പന് അവിടെ ഇല്ല. എന്ന് പറയുന്ന പോലെ തന്നെ ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ച് സൂപ്പർ ക്ലാസ്സിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ സബ് ക്ലാസ്സിലേക്ക് കൊടുത്തിട്ടുണ്ടോ ആ കാര്യങ്ങൾ മാത്രമേ ഇതുപോലെയുള്ള സൂപ്പർ ക്ലാസ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത സബ് ക്ലാസ് ഓബ്ജക്റ്റിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ സൂപ്പർ ക്ലാസ് ടൈപ്പ് വേരിയബിളാണ് ആറിലേക്ക് എ അസൈൻ ചെയ്യാൻ കുഴപ്പമില്ല, ബി അസൈൻ ചെയ്യാം. പക്ഷേ എയിൽ നിന്ന് എന്തെല്ലാം ബിയിലേക്ക് കിട്ടിയിട്ടുണ്ട് അത് മാത്രമേ ഈ ഒരു റെഫറൻസ് വേരിയബിൾ വെച്ചിട്ട് ഇപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആർ ഇസിക്കൽ ടു ബി എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് ബി ഓബ്ജക്റ്റിനെയാണ്. ആർ ഡോട്ട് കോൾ ചെയ്യാൻ കാര്യം, കോൾ മീ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്നും കിട്ടിയതായതുകൊണ്ട് കൊടുത്തതായതുകൊണ്ട് അതിനെ കോൾ ചെയ്യാം. പക്ഷേ ബിയുടെ ക്ലാസ്സിൻ്റെതായ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ ഇവിടെ ആർ ഡോട്ട്, ഇപ്പം ബിക്കകത്ത് റൈറ്റ് എന്നൊരു മെത്തേഡ് ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ ആ മെത്തേഡിനെ ആർ ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അത് ഇൻഹെറിറ്റൻസ് വഴി ഓവർറൈഡഡ് മെത്തേഡല്ല. അപ്പോൾ ഓവർറൈഡഡ് മെത്തേഡ്സിനെ മാത്രമേ ഈ പറയുന്ന സൂപ്പർ മോസ്റ്റ് ക്ലാസ് ടൈപ്പിലുള്ള റെഫറൻസ് വേരിയബിൾ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, വി ക്യാൻ അസൈൻ എനി സബ് ക്ലാസ് ഓബ്ജക്റ്റ് ഇൻ ടു എ സൂപ്പർ ക്ലാസ് ടൈപ്പ് റെഫറൻസ് വേരിയബിൾ, ഒരു കുഴപ്പമില്ല. ബട്ട് we can call only overridden methods using that superclass type reference variable. ആ സൂപ്പർ ക്ലാസ് ടൈപ്പ് റെഫറൻസ് വേരിയബിളിലേക്ക് സബ് ക്ലാസ് ഓബ്ജക്റ്റിനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്ന മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ഓവർറൈഡൻ മെത്തേഡ്സ് മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം ഇവിടെ ആറിലേക്ക് ആദ്യമേ എ അസൈൻ ചെയ്തു, എന്നിട്ട് ആർ ഡോട്ട് കോൾ മീ. ബി അസൈൻ ചെയ്തപ്പം ആറ് ബി ഓബ്ജക്റ്റായിട്ട് മാറി, ആർ ഡോട്ട് കോൾ മീ, ബിക്കകത്ത് കോൾ മീ ചെയ്യുന്നു. അപ്പം ബിക്കകത്ത് ഓവർറൈഡ് മെത്തേഡിനെ ആർ ഡോട്ട് കോൾ മീ കോൾ ചെയ്യുന്നു. ആർ ഇസിക്കൽ സി ആർ എന്ന് പറയുന്ന സി ഓബ്ജക്റ്റായി, ആർ ഡോട്ട് കോൾ മീ എന്ന് പറയുന്നത് സിയുടെ കോൾ മീനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കോൾ ചെയ്യപ്പെടുന്ന എല്ലാം എയിൽ നിന്നും കിട്ടിയ ഓവർറൈഡൻ മെത്തേഡ്സ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബി ഡിയോ സി ഡിയോ സ്വന്തമായിട്ടുള്ള ഒരു മെത്തേഡ്സിനെ ഈ രീതിയിൽ നമുക്ക് കോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഇനി ഇവിടെ നമ്മൾ കണ്ടു എക്സാമ്പിളിൻ്റെ അകത്ത് എക്സിക്യൂഷൻ സമയത്താണ് ഇവിടെ ആർ എന്ന് പറയുന്ന റെഫറൻസ് വേരിയബിൾ എ ആണോ ബി ആണോ സി ആണോ എന്ന് തീരുമാനിക്കുന്ന എപ്പോഴാണ്, ആ കാര്യം റിസോൾവ് ചെയ്യപ്പെടുന്ന ഡ്യൂറിങ് എക്സിക്യൂഷനാണ്.
ഇപ്പോൾ എക്സിക്യൂഷൻ ടൈമിൽ റൺ ടൈമിലാണ് ഇത് ഏത് ഓബ്ജക്റ്റിൻ്റെ മെത്തേഡാണ് കോൾ ചെയ്യുന്നത് എന്ന് റിസോൾവ് ചെയ്യുന്നത് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനാമിക് മെത്തേഡിനെ നമുക്ക് ഡെഫിനിഷൻ പറയുമ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ മെക്കാനിസം ബൈ വിച്ച് എ കോൾ ടു ആൻ ഓവർറിഡൻ മെത്തേഡ് ഈസ് റിസോൾവ് ആൻഡ് റൺ ടൈം rather than compile time. ഇവിടെ ഓവർറിഡൻ മെത്തേഡ്സിനെ കോൾ ചെയ്യുന്നു സൂപ്പർ ക്ലാസ് വേരിയബിൾ വെച്ചിട്ട്. പക്ഷെ അത് ഏത് ഓബ്ജക്റ്റിൻ്റെ മെത്തേഡാണ്, ഏത് ഓവർറിഡൻ മെത്തേഡാണ് കോൾ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത് റൺ ടൈമിലാണ്, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ അവിടെ ആ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ സൂപ്പർ ക്ലാസ് വേരിയബിൾ റെഫറൻസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ആ സൂപ്പർ ക്ലാസ് ടൈപ്പിൽ റെഫറൻസ് വേരിയബിളിലേക്ക് സബ് ക്ലാസ് ഓബ്ജക്റ്റിനെ നമ്മൾ അസൈൻ ചെയ്യുന്നു. എന്നിട്ട് ആ വേരിയബിൾ വെച്ചിട്ട് ഓവർറിഡൻ മെത്തേഡ്സിനെ കോൾ ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള മെക്കാനിസത്തിനെ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച്. സാധാരണ രീതിയിൽ ഓവർറിഡൻ മെത്തേഡ്സ് ഓവർറൈഡിങ് ചെയ്യപ്പെടുന്ന എല്ലാ മെത്തേഡ്സിനെ ഈ രീതിയിലാണ് കോൾ ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു ഫോർമാറ്റ്. അപ്പം നമ്മൾ ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കുമ്പോൾ മെത്തേഡ് ഓവർറൈഡിങ് നമ്മൾ ഉപയോഗിക്കുന്നു. ഓവർറൈഡിങ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഈ പറയുന്ന ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്നുള്ള സൂപ്പർ ക്ലാസ് ടൈപ്പ് റെഫറൻസ് വേരിയബിൾ ഉപയോഗിച്ച് വേണം നമ്മൾ ഓവർറൈഡൻ മെത്തേഡ്സിനെ കോൾ ചെയ്യാനായിട്ട്. ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ്. ഇതാണ് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച്. എ കോൾ ടു ആൻ ഓവർറൈഡൻ മെത്തേഡ് വിൽ ബി റിസോൾവ് ഡ്യൂറിങ് റൺ ടൈം rather than compile time.